നമസ്കാരം. PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ പരീക്ഷയിലെ 100 ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ LDCയുടെ അതേ സിലബസിലാണ് ഈ പരീക്ഷയും നടന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം അത് ഏതാണ്. അത് 1924 ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനമാണ് ആര്? ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? യെസ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. PSC പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഇത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ അടുത്ത പരീക്ഷയിലെല്ലാം തുടർച്ചയായി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? സാഹിത്യ നഗര പദവി ലഭിച്ചത് ഏതാണ്? അത് നമ്മുടെ കോഴിക്കോടാണ്. എന്താണ്? കോഴിക്കോട്. എങ്കിൽ ഗ്വാളിയോർ ഉത്തരം വരുന്ന ഒരു ചോദ്യമില്ലടാ. ഗ്വാളിയോർ എന്താണ്? ഗ്വാളിയോർ ഉത്തരം വരുന്ന ഒരു സാഹിത്യ നഗര പദവിയല്ല. അതിൻ്റെ ഉത്തരം ചോദ്യം നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഗ്വാളിയോർ ഉത്തരം വരുന്ന ചോദ്യം സാഹിത്യ നഗര പദവിയല്ല. ഇതേ ടൈപ്പ് ചോദ്യം വരുന്ന ഇതേ ടൈപ്പ് എന്നാണ് നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, യെസ്, അത് സംഗീത നഗര പദവിയാണ്. ഇത് സംഗീത നഗര പദവി എന്നാണ് ഞാൻ പറയാം. ഞാൻ എന്താക്കുക, ചില കൂട്ടർക്ക് അറിയാത്ത കൂട്ടുകാരുണ്ട്. അപ്പം സംഗീത നഗര പദവി ലഭിച്ച ആർക്കാണ്? അത് ഗ്വാളിയോർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഹെർബൻ ഗുണ്ടട്ട് ഏതാണ്? മലയാള രാജ്യം. ഫാദർ ക്ലെമൻ്റ് സംക്ഷേപ വേദാർത്ഥം. അർണോസ് പാതിരിയാണ്. ഇവിടെ തെറ്റായത് ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, അർണോസ് പാതിരിയാണ്. നമുക്കറിയാം പുത്തം പാനരിച്ചാരാണ്? അത് അർണോസ് പാതിരിയാണ്. ഇനി എന്താണ്? പാറമേൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം. അതും ശരിയാണ്. അപ്പം ഇത് മൂന്നും ശരിയാണ്. ഇതിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. അപ്പം അർണോസ് പാതിരി എന്താണ്? പുത്തൻ പാന ആരാണ്? പുത്തൻ പാന അർണോസ് പാതിരിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലടാ? യെസ്. എങ്കിൽ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയെ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓരോ ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്, പാലിയം സത്യാഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ചാർനാർ ലഹളയുണ്ട്, കൂടംകുളം സമരമുണ്ട്. ഇവയൊക്കെ കൃത്യമായ കാലഘടന ക്രമത്തിൽ ഏതൊക്കെ വർഷത്തിലാണ് നമുക്ക് ഒന്നും കൂടി ചർച്ച ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷമാണ്? ഗുരുവായൂർ സത്യാഗ്രഹം 1931. പാലിയം സത്യാഗ്രഹം 1947. ചാർനാർ ലഹള 1759. കൂട്ടംകുളം 1946 എന്നീ വർഷങ്ങളാണ് കൃത്യമായിട്ട് നടന്നത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നടന്ന ഏതാണ്? ആദ്യമായിട്ട് 3 വരും. അതുപോലെ തന്നെ 3 വന്നു. പിന്നെ ഏതാ വരിക? 3 1 4 2 അല്ലേ? 3 1 4 2. യെസ്. അപ്പോൾ ഏതാ വരിക? 3 1 4 2. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യെസ്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1757 കലാപം നേതാക്കൾ ഏതൊക്കെയാണ് എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. അഞ്ചാമത്തത് യെസ്, ബറേലിയിൽ ആരാടാ നേതൃത്വം കൊടുത്തത്? 1757 വിപ്ലവം ബറേലിയിൽ നേതൃത്വം കൊടുത്ത ആരാണ്? യെസ്, ആരാണ്? ഖാൻ ബഹദൂർ. ബറേലി ഖാൻ ബഹദൂർ ആണ്. 1 2 വരുന്ന ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ്. ഉത്തരം വരിക. നമുക്ക് ഒരു ഉത്തരം ഒന്ന്, ബറേലിയിൽ ആരാ നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് സിമ്പിളായിട്ട് ലഭിക്കാം. നമുക്ക് ഒന്നും കൂടി നോക്കാം. ബറേലിയിൽ ഖാൻ ബഹദൂർ ആണ്. ഇനി ബറൌട്ട് പർഗാന ആരാണ്? യെസ്, ഷാമാലാണ്. ആരാണ്? ഷാമാൽ. ബറൌട്ട് പർഗാന 2 1 ഷാമാലാണ്. അതിന് ഫൈസാബാദ് മൗലവി അഹമ്മദുല്ല 3 4. ഫൈസാബാദ് മൗലവി അഹമ്മദുല്ല. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കൻവർ സിംഗ്. ഓക്കെ, യെസ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിക്കാം. 1757 കലാപവും നേതൃത്വം കൊടുത്ത നേതാക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിൽ തുടർച്ചയായി കണ്ടുവരുന്ന ഒരു ഭാഗം കൂടിയാണ്. അത് പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനി വരുന്ന പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന കൂട്ടുകാർ അതും കൂടി ഒന്ന് പഠിച്ചു വെച്ച് പോകുക.
പോവുക. അപ്പം ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ, അതുപോലെ ബറൌട്ട് പർഗാന ഷാമാലി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാറിലെ കൺവർ സിംഗ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ ശരിയായിട്ട് ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ എ 1 and 2 ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഏതാണ്? 1 and 2. ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത എന്താണ്? യെസ്, നോക്കാം. താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് ഇത് ക്യുമുലസ് മേഘങ്ങൾ. ഒന്ന് ശരിയാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഏത്? യെസ്, 2ാമത്തത് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. അത് 1 ഉം 2 ഉം ശരിയാണ്. 7ാമത്തിൻ്റെ ഉത്തരം 1, 2. അതായത് ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതയാണ് താഴ്ന്ന വിധാനങ്ങളിൽ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? താഴ്ന്ന വിധാനം കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് ഇത് ക്യുമുലസ് മേഘങ്ങൾ. അതുപോലെ തന്നെ യെസ്, അതുപോലെ തന്നെ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. ഓക്കെ, യെസ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? അത് ഭൂപൻ ഹസാരിക സേതു പാലം. ഇതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. യെസ്, എന്താണ് ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇത് ശരിയായ ജോഡി ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ് വരിക. അത് ഓപ്ഷൻ ബി, രശ്മിമാല ശ്രീലങ്ക എന്നാണ്. ഓപ്ഷൻ ബി ആണ് 9ാമത്തതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത 10ാമത്തിൻ്റെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അതായത് ഓപ്ഷൻ വായിക്കാം. 1 സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ. അതുപോലെ തന്നെ 4ാമത്തത് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതാണ് ഏത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലേ. ഒരു ഭൂമിയുടെ ഭ്രമണത്തിനോടൊപ്പം കറങ്ങുന്ന ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയാം. അവയെന്താണ്? വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും എന്ന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ 36 ഭൂമിയിൽ നിന്നും അവയുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, എങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മാനസ്, സുബൻസിരി എന്നിവ ഏതാണ്? ബ്രഹ്മപുത്ര നദിയുടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ മാനസ്, സുബൻസിരി. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴ എന്താണ്? നമുക്കറിയാം കൊടുങ്ങരപ്പള്ളം പുഴ. യെസ്, ഇപ്പം ഇവിടെയാണ് അട്ടപ്പാടി. പീസ് ചോദിച്ചു വരുന്നുണ്ടല്ലോ ഈ പരീക്ഷകളിലെല്ലാം. എന്താണ് ഇപ്പം ഒന്നും കൂടി പണ്ട് ഇത് നാശം സംഭവിച്ച നദി ഒന്നും കൂടി പുനരുജ്ജീവിപ്പിച്ചു ഒഴുകുന്നു. ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴ. ഏതാണ്? അട്ടപ്പാടിയിലൂടെ. ഓക്കെ, എങ്കിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ PSC പലതവണ ആവർത്തിച്ച് മതിയാക്കിയാണല്ലേ. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഏതാണ്? ഓപ്ഷൻ ഡി, ജാർഖണ്ഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1991 പുത്തൻ സാമ്പത്തികം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി, മൻമോഹൻ സിംഗ്. ഓപ്ഷൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് 1991 പുത്തൻ സാമ്പത്തികം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? യെസ്, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? നമ്മളെല്ലാ കൂട്ടുകാരും കേന്ദ്രമന്ത്രിമാരെ കുറിച്ച് മാത്രം പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ സഹമന്ത്രിമാരെ കുറിച്ച് പഠിക്കാതെ പോയ കൂട്ടുകാർക്ക് എന്താണ് അതൊക്കെ കിട്ടാൻ ചാൻസ് ഇല്ല. അത് നമ്മുടെ PSC ട്രിക്സിൻ്റെ PSC ട്രിക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സഹമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അതുപോലെ സംസ്ഥാന മന്ത്രിമാരും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ശരി ഉത്തരം വരിക പങ്കജ് ചൗധരി. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള വരിക. എന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? അത് പങ്കജ് ചൗധരിയാണ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? ഏതാണ്? നിഫ്റ്റി ആണല്ലേ. നിഫ്റ്റി. ഓപ്ഷൻ സി. നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കാം. യെസ്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഒരു മാർക്കറ്റ്സ് വളരെ സിമ്പിളായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതാണ് ഇത് നമ്മൾ പഠിക്കാറുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ട്രേഡിംഗ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് വളരെ നിഫ്റ്റിയിൽ എന്താണ് ഉയർച്ച താഴ്ച എന്നൊക്കെ അവർ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന കൂട്ടുകാരായിരിക്കും. ഓക്കെ, ആദ്യം ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ബൂസ്റ്റിരുന്ന സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വന്നു. ഇല്ല, ബൂസ്റ്റിര ഉപഗ്രഹങ്ങൾ അല്ലേ. യെസ്, സോറി ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ, യെസ് സോറി. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, അത് നമ്മൾ നബാർഡ്. യെസ്, ഓക്കെ സോറി.
യെസ്. ഇനി 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ ശരിയായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1, 3 എന്നിവയാണ് 1, 2 എന്നിവയാണ് ശരിയായിട്ട് ഉത്തരം. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ ആഗോളവൽക്കരണം എന്നിവയാണ് ഇതിൻ്റെ ശരിയായിട്ട് ഉത്തരം വരിക. 1 and 2 ആണ്. ഓക്കെ, എങ്കിൽ ഇന്ന് ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. രാവിലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ്. നബാർഡ് സ്ഥാപിത വർഷം 1982 നബാർഡ് സ്ഥാപിതമായത്. 1982 നബാർഡ് സ്ഥാപിതമായത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണ് കർഷകരുടെ കുടിയേറ്റം. അതായത് ഓപ്ഷൻ ഡി ആണ് ഏത് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണ് കർഷകരുടെ കുടിയേറ്റമാണ്. ഓക്കെ, ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ഏതാണ് നബാർഡുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവരാമൻ കമ്മിറ്റി ഒക്കെ എന്നാണ് നമ്മൾ PSC ചോദിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പരീക്ഷ എഴുതുന്ന ആ കൂട്ടുകാരെന്താക്കുക, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്തിൽ ഉൾപ്പെടുത്തിയാണ്? നിയമവാഴ്ച ഏതാണ്? ബ്രിട്ടൻ ആണല്ലേ. ഓപ്ഷൻ സി ബ്രിട്ടൻ ആണ് നമ്മൾ കടം കൊണ്ടത്. നിയമവാഴ്ച ബ്രിട്ടൻ ആണ്. ഓക്കെ, ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതെല്ലാമാണ്? ഇതിൽ 21ാമത്തേത് എന്താണ്? കൃത്യതയില്ല. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ട് കൃത്യമായിട്ടൊന്ന് വിലയിരുത്താം. അത് പെൻഡിങ്ങിൽ വെക്കുകയാണ്. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPCക്ക് പകരമായി നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? അത് ഭാരതീയ ന്യായ സംഹിതയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. 22 ഇതിൽ ഏതാ ശരി ഉത്തരം വരിക? ഓപ്ഷൻ ബി ആണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാറ്റോ സൈനിക സഖ്യത്തിൽ സെക്രട്ടറി ജനറൽ ആരാണ് എന്നാണ് ചോദ്യം. നാറ്റോ അല്ലേ, നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രിനിറ്റി ഓർഗനൈസേഷൻ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ് എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓപ്ഷൻ എ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ 24 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അതായത് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാർ? 25, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഉത്തരം വരിക ഓപ്ഷൻ എ 1 and 3 ആണ് ഉത്തരം വരിക. 1 and 3 നമുക്ക് നോക്കാം. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അവകാശമാണ്. ശരിയായ പ്രസ്താവനയാണ്. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണുള്ളത്. അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അതും ശരിയാണ്. അപ്പം 1 and 3 ഇവ മാത്രമാണ് ശരി. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഇതിൽ 26ാമത്തത് ഓപ്ഷൻ എ കർണാടകയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ കർണാടക. ദ്വിമണ്ഡല സമ്പ്രദായം അതായത് ബൈ ക്യാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഓക്കെ, നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ ഭരണഘടനാ അനുച്ഛേദം കമ്മീഷൻ കണ്ടെത്തുക. അനുബന്ധ കമ്മീഷൻ കണ്ടെത്തുക എന്നാണ്. 27 ഓപ്ഷൻ ഡി ആ വരിക. നമുക്ക് നോക്കാം ഏതാണ്. അനുച്ഛേദം 315 എന്താണ്? അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ 3/15 നമ്മുടെ PSC പരീക്ഷ അവസാനിക്കുന്നത്. നമ്മൾ പല മുമ്പ് എന്താണ് പ്രിലിമിനറി അല്ലെങ്കിൽ മെയിൻ പരീക്ഷയല്ല, ഇപ്പോൾ 3:30 ആക്കി. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് 3/15 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുച്ഛേദം 243 ഏതാണ്? അനുച്ഛേദം 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുപോലെ തന്നെ 243(1)
എന്നാണ് ഏതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 338 ഏതാണ് അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതായത് 341. ഓക്കെ, ഇത് ശരി ഉത്തരം വരിക 27 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെയും സുരക്ഷയ്ക്കായി വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 28 ഓപ്ഷൻ എന്താണ്? ഇതും ഒരു പെൻഡിങ്ങിൽ നിൽക്കട്ടെ, നമുക്ക് എന്താണ് പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. അതേതാണ്? അത് ഓപ്ഷൻ ബി കർണാടകമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കർണാടകമല്ല, കേരളം. നമ്മുടെ കേരളം PSC ചോദിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കൊച്ചു കേരളമാണ്. നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. 30 ഓപ്ഷൻ എ നവജീവൻ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലടാ. യെസ്, ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ ഒരാഴ്ച ദൈർഘ്യമുള്ള വീഡിയോസിൽ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അത് കാണാത്ത കൂട്ടുകാർ എന്താക്കുക, അതും കണ്ടിട്ട് വരിക. ഓക്കെ, എങ്കിൽ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദ്യം. 31ാമത്തിൻ്റെ ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് ഉത്തരം വരിക. അതായത് 1 തെറ്റ് 2 ശരി എന്നിവയാണ് വരുന്നത്. ഓക്കെ, 31 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, കാലക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാലക്രമത്തിൽ എഴുതുക. 32ാമത്തിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓപ്ഷൻ സി ആണ്. അതായത് യെസ്, ഏതാണ്? 3 4 2 3 1 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 33ാമത്തെ ക്വസ്റ്റ്യൻ, 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 33 ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അതായത് 3 4 എന്നീ പ്രസ്താവനകളാണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ 34ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ് എന്നാണ് ചോദ്യം. കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ എന്താണ്? ഊർജ്ജം നൽകുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുക. അതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ശരിയായിട്ടുള്ള ധർമ്മം. 35ാമത്തെ ക്വസ്റ്റ്യൻ, 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ 35ാമത്തിൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ സി ആണ്. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. അതായത് 3R, കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, എങ്കിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. ഇതിന് ഉത്തരം വരിക എന്താണ്? എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. ഇത് ഓപ്ഷൻ ഡി ലിഗ്മെൻറ്റുകളാണ്. ഓപ്ഷൻ ഡി ലിഗ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, എങ്കിൽ 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 37ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അനിയന്ത്രിത കോശ വളർച്ചാ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്നാണ് ചോദ്യം. കോശ വളർച്ചാ മൂലമുണ്ടാകുന്ന രോഗം നമുക്കറിയാം. അനിയന്ത്രിത കോശ വളർച്ച മൂലമുണ്ടാകുന്ന രോഗത്തെ എന്ത് പറയാം? യെസ്, ക്യാൻസർ എന്ന് പറയുന്നു. 37 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 38ാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്നും പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ്. 38 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 39ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതിയെ നിയന്ത്രിക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ്? യെസ്, പീനിയൽ ഗ്രന്ഥിയാണ് അല്ലേ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിനാണ് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. 39 ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥിയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, എങ്കിൽ 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത്? നിയാസിൻ ഏതാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 40ാമത്തത് ഓപ്ഷൻ സി വിറ്റാമിൻ ബി. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ഓപ്ഷൻ സി വിറ്റാമിൻ ബി. ഓക്കെ,
ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നമുക്കറിയാം ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നോക്കി. എന്താണ് വാരിസെല്ല സോസ്റ്റർ? ഏതാണ്? ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. ചിക്കൻ പോക്സ് പരത്തുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമം വാരിസെല്ല സോസ്റ്റർ. നെക്സ്റ്റ് 42ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്, ഇന്ത്യയുടെ 3ാമത് ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എപ്പോഴാണ്? യെസ്, 2023 ജൂലൈ 14. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 42 ഓപ്ഷൻ ബി എന്നാണ്. 2023 ജൂലൈ 14 യെസ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. പലതവണ ആവർത്തിച്ചിട്ടുള്ള ആ ചാന്ദ്രയാൻ 3യും ആദിത്യ L1 ഒക്കെ PSC തുടരെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പഠിക്കാത്ത കൂട്ടുകാർ അതൊന്നും കൂടി റിവിഷൻ ചെയ്തിട്ട് പോവുക. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? യെസ്, അത് സുനിത വില്യംസ് ആണല്ലേ. സുനിത വില്യംസ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 44ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്ന എവിടെയാണ്? ഈ കഴിഞ്ഞ പരീക്ഷയിലെല്ലാം എന്താണ് ഭൂഗുരുത്വാകർഷണ ത്വരണം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏതാണ്? അത് നോക്കാത്ത കൂട്ടർ ആ ഭാഗം ഒന്നും കൂടി നോക്കിയിട്ട് പോവുക. ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി 44ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ധ്രുവങ്ങളിലാണ് അല്ലേ. ധ്രുവങ്ങൾ 44 ഓപ്ഷൻ ബി ധ്രുവങ്ങളിലാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? നമുക്കറിയാം അത് വികിരണമാണല്ലേ. വികിരണം എന്നാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി എന്ന് പറയാം. യെസ്, വികിരണം എന്ന് പറയാം. നെക്സ്റ്റ് 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാണ്? മനുഷ്യൻ്റെ ശ്രവണപരിധി എന്താണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് ഇത് മനുഷ്യൻ്റെ ശ്രവണപരിധി. അതായത് ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 46ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 47ാമത്തെ ക്വസ്റ്റ്യൻ പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 മൂലകത്തിൻ്റെ പേര് എന്താണ്? 118ാമത്തെ മൂലകം ഏതാണ്? യെസ്, ഒഗനേസൻ ആണ്. ഒഗനേസൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? ഒഗനേസൻ. ഓക്കെ, എങ്കിൽ 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഡെമോക്രീറ്റസ് ആണ്. ആരാണ്? ഓപ്ഷൻ സി ഡെമോക്രീറ്റസ് എന്നാണ്. ഓപ്ഷൻ ഡി ഡെമോക്രീറ്റസ് ആണ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ, എങ്കിൽ 49ാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? അത് CFC ആണല്ലേ. ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. എന്താണ്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, എങ്കിൽ 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ്? എന്താണ്? STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് എത്രയായിരിക്കും വോളിയം ഉണ്ടായിരിക്കുക? അത് 22.4 ലിറ്റർ. 22.4 ലിറ്റർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, എങ്കിൽ 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? മൈക്കൽ ഫാരഡേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി നെക്സ്റ്റ് വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത് എന്നാണ്? വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? 52 ഓപ്ഷൻ സി വല്ലി. ഇതാണ് ഓപ്ഷൻ സി വല്ലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 53ാമത്തെ ക്വസ്റ്റ്യൻ ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ഇതാണ് ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. യെസ്, ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് എന്താണ്? അത് നീലവെളിച്ചം. ഓപ്ഷൻ ബി നീലവെളിച്ചമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി നീലവെളിച്ചം. ഓക്കെ, യെസ്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. 54 ഇവ മൂന്നും ശരി എന്നാണ്. ഇവ മൂന്നും ശരി. 54 ഓപ്ഷൻ ഡി ഇവ മൂന്നും ശരി എന്നാണ് പറഞ്ഞുള്ളത്. ഈ ശരിയായ പ്രസ്താവന നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക്. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ.
PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഓക്കെ അല്ലേ? യെസ്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്. 2, 3 മാത്രമാണ് ശരി. അതായത് ഓപ്ഷൻ ബി 2, 3 മാത്രമാണ് ശരി. ആ ശരിയായ പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ഓക്കെ. നെക്സ്റ്റ് 56ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? എന്താണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? ഓപ്ഷൻ എ കേളി ആണ്. ഏത്? യെസ്. ഫോക്ലോർ അക്കാദമിയാണ് പോലി. അത് തെറ്റിപ്പോകരുത്. ഫോക്ലോർ അക്കാദമിയാണ് പോലി. സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. 56 ഓപ്ഷൻ എ. ഓക്കെ. നെക്സ്റ്റ് കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി എവിടെയാണ്? യെസ്. ഓപ്ഷൻ ബി തോന്നയ്ക്കലാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി തോന്നയ്ക്കൽ. ഓക്കെ. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് വിദ്യാവിലാസിനി. ഓപ്ഷൻ എ വിദ്യാവിലാസിനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 58 ഓപ്ഷൻ എ വിദ്യാവിലാസിനി. നെക്സ്റ്റ് 59ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം എന്നാണ്. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? അത് ഓപ്ഷൻ ബി എന്താണ്? കോപൈലറ്റ്. ഓപ്ഷൻ ബി കോപൈലറ്റ് ആണ് ശരിയായ ഉത്തരം. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? അതേ കോപൈലറ്റ്. നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ പൈത്തൺ ആണ് ശരിയായിട്ട് ഉത്തരം വരിക. ഏതാണ്? ഓപ്ഷൻ എ പൈത്തൺ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ പൈത്തൺ. ഓക്കെ. നെക്സ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ട് ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി പ്ലോട്ടർ ആണ് വരിക. ഓപ്ഷൻ സി 61 ഓപ്ഷൻ സി പ്ലോട്ടർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് GPS-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. നെക്സ്റ്റ് 63ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി കുക്കി ആണ് ശരിയായ ഉത്തരം വരിക. ഓപ്ഷൻ ഡി കുക്കി. നെക്സ്റ്റ് 64ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നത്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നത്? അത് ഓപ്ഷൻ സി യൂണിസെഫ് ആണ് ശരിയായ ഉത്തരം വരിക. അതാണ് ഓപ്ഷൻ സി യൂണിസെഫ്. ഓക്കെ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ സാമ്പത്തിക ദുരുപയോഗം, ശാരീരിക ദുരുപയോഗം, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഇവ മൂന്നും വരും. ഏത്? ഗാർഹിക പീഡന നിയമം 2005 പ്രകാരം സാമ്പത്തിക ദുരുപയോഗം വരും. അതുപോലെ തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക ഇവയൊക്കെ ഗാർഹിക പീഡന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. നെക്സ്റ്റ് 66ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? യെസ്. തൊഴിലിടങ്ങളിൽ വരുന്ന പീഡനങ്ങൾ ഗാർഹിക പീഡന നിയമപരിധിയിൽ വരുന്നില്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം നിലവിൽ വന്നത്? ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ പറയണം. അത് 1989. ഓപ്ഷൻ സി 1989 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ. നെക്സ്റ്റ് 68ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? നമുക്കറിയാം അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 68 ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഓക്കെ. നെക്സ്റ്റ് 69ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2012 പോക്സോ നിയമം ബാധകമായത് എവിടെയാണ്? യെസ്. ഇന്ത്യ മുഴുവൻ പോക്സോ നിയമം ബാധകമാണല്ലേ. 2012 പോക്സോ നിയമം എവിടെയാണ് ബാധകം? ഇന്ത്യ മുഴുവൻ ബാധകമാണ്. നെക്സ്റ്റ് 70ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
ഒരു കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ്. കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പറയണം പ്രവൃത്തിയുടെ 24 മണിക്കൂറിനുള്ളിൽ. പ്രവൃത്തിയുടെ 24 മണിക്കൂർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, നെക്സ്റ്റ് 71ാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ആണ്. ഇതിൻ്റെ ഉത്തരം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ കൃത്യമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു പോകാം. 71ാമത്തെ ഉത്തരം വരിക ഏതാണ്? ഇവ 3. ഓപ്ഷൻ ഡി. ഇവ 3 ശരിയായിട്ടുള്ള ഉത്തരം വരുന്നു. 72ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഓപ്ഷൻ ഡി 18.6 സെക്കൻഡ്. അതുപോലെ തന്നെ 73 ഏതാണ്? ഓപ്ഷൻ എ 89 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 74 ഓപ്ഷൻ സി 5, 25, 9 എന്നിവയാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ ഉത്തരം വരിക? ഓപ്ഷൻ ബി 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 76ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ ഡി 6 × 4 - 5 + 2 / 3 = 12 എന്നാണ്. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ വരിക? 77ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി. ഇവയൊന്നുമല്ല, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 78ാമത്തെ ക്വസ്റ്റ്യൻ അതൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് നമുക്ക് വയ്യ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് 79ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ സി 2 and 4 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 80 പെൻഡിങ്ങിൽ വെക്കാം, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. യെസ്, 81 ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ എ ആണ്. 51 ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉത്തരം വരിക. യെസ്, ഇനി 82 ഏതാ വരിക? യെസ്, ഓപ്ഷൻ ബി വിവേഷ്യസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 83 ഓപ്ഷൻ സി റൂറൽ. 83 ഓപ്ഷൻ സി റൂറൽ. 84 ഏതാ വരിക? ഓപ്ഷൻ സി മോഡറേറ്റ്. 85 ഏതാ വരിക? 85 ഓപ്ഷൻ ബി ഫ്ലെക്സിബിളാണ് വരിക. ഓക്കെ, ഇനി 86 ഓപ്ഷൻ ഡി അബ്സ്റ്റെയിനാണ് വരിക. 87 ഏതാ വരിക? 87 ഓപ്ഷൻ എ ടീം പ്ലേസ് വെൽ ടുഗദർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. 88 ഏതാ വരിക? 88 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് 89 ഏതാ വരിക? ആഡ് വെർബ്. ഓപ്ഷൻ ബി ആഡ് വെർബ്. ഇനി 90 ഏതാ വരിക? ഹാവ് ഇൻ ഡ്യൂ. ഓപ്ഷൻ എ ഹാവ് ഇൻ ഡ്യൂ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ ഉചിതമായ സ്ഥിതി ഏതാ വരിക? യെസ്, ഔചിത്യമാണ്. ഓപ്ഷൻ എ ഔചിത്യമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ് ഋതം എന്ന പദത്തിന് വിപരീതം ഏതാണ്? അന്വൃതമാണ്. 92 ഓപ്ഷൻ സി അന്വൃതം. ഓക്കെ, ഇനി 93ാമത്തെ ക്വസ്റ്റ്യൻ 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? 4-5 എന്ന പദം യെസ് 4 5 ഓപ്ഷൻ ബി 4 5 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ കൽ പ്ലസ് മതം കന്മതം. ഓപ്ഷൻ ഡി കന്മതമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്താണ്? യെസ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓപ്ഷൻ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ സലിംഗ ബഹുജനത്തിൻ്റെ ഉദാഹരണം ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ സലിംഗ ബഹുജനത്തിൻ്റെ ഉദാഹരണം. അതുപോലെ തന്നെ എന്താണ് പൂജക വചനം അതൊക്കെ പഠിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, 96 ഏതാ? അധ്യാപികമാരാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അതാണ് അധ്യാപികമാർ. ഇനി 97ാമത്തെ ക്വസ്റ്റ്യൻ കച്ച കെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം എന്താണ്? സന്നദ്ധനാവുക. കച്ച കെട്ടുക സന്നദ്ധനാവുക. ഇനി ആലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വരിക? 98 അലാ പ്ലസ് ആഴി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അലാ പ്ലസ് ആഴി. ഓക്കെ, ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ ഡി തുഹിനമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്ന ശരിയായ പദങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓപ്ഷൻ സി 1 and 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? അപ്പം 100 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് മാത്സ് ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയുള്ള മറ്റൊരു ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, സീ യു.